മൂവാറ്റുപുഴയിലെ സിറ്റിംഗ് എംഎൽഎയും UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ മാത്യു കുഴൽനാടൻ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ വികസന മാതൃകകളും പദ്ധതികളും മൂവാറ്റുപുഴയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. നമസ്കാരം സർ. ഇപ്പം പ്രചാരണ പ്രവർത്തനം ഏത് ഘട്ടത്തിൽ വരെ എത്തി? പ്രചാരണ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിച്ച്, നിയോജകമണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ച് ഫസ്റ്റ് സ്ക്വാഡ് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇനി അടുത്ത് സ്ഥാനാർത്ഥി പര്യടനമാണ്. സ്ഥാനാർത്ഥി പര്യടനത്തിന് പിന്നാലെ സെക്കൻഡ് സ്ക്വാഡ്, പിന്നെ തേർഡ് സ്ക്വാഡ്, പിന്നെ സ്ലിപ്പുമായിട്ടാണ് വീട്ടിലെത്തും. ഇതാണ് നമ്മുടെ ഒരു ഷെഡ്യൂൾ. ഇതുവരെ എന്തായാലും അതായത് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് മണ്ഡലം ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ സാറിൻ്റെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, അതായത് വികസനം ഇങ്ങോട്ടേക്ക് എത്താൻ ചില ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 5 വർഷത്തെ ഒരു അസസ്മെൻറ്റ് എന്നുള്ള നിലയിൽ മൂവാറ്റുപുഴയെ ഏത് നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ധാരണ ഉണ്ടാവില്ലേ? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എന്ന് പറയുന്നത് കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നതാണ്. അപ്പോൾ ഇവിടെ മുടങ്ങിക്കിടന്ന ധാരാളം പദ്ധതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നഗരത്തിന് ഒരു ബൈപ്പാസ് ഇല്ല എന്നതുകൊണ്ട്, അതുകൂടാതെ ഈ നഗരത്തിൻ്റെ ഒരു നഗര റോഡ് വികസനം, അത് 2 ദശാബ്ദത്തിലേറെയായി ഈ നഗരം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് അത്യാവശ്യമുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് മുമ്പുള്ളവരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന നിലയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ നഗരത്തിന് വേണ്ടി ആദ്യമായി ഈ 4 വരിപ്പാത നഗർ റോഡ് വികസനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ആശ്വാസവും അഭിമാനവും സന്തോഷവും നേട്ടവും ഒക്കെ തന്നെയാണ്. രണ്ടാമത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് മുടിഞ്ഞു കിടക്കുന്ന സ്ഥലമായിട്ട് ഡാർക്ക് പ്ലേസ് പോലെ കടന്നിരുന്നതാണ്. അതിനെ പുനരുദ്ധരിച്ച് എൻ്റെ MLA ഫണ്ടിൽ നിന്നും 4.5 കോടി അടക്കം മുടക്കിയാണ് ഇപ്പോൾ കാണുന്ന പോലെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന, ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വികസനമാണ്. കൂടാതെ ഇതുവരെ ഒരു ബൈപ്പാസ് ഇല്ലാത്ത മൂവാറ്റുപുഴയ്ക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബൈപ്പാസിൻ്റെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുമ്പോട്ട് പോകുന്നുണ്ട്. കൂടാതെ നഗരത്തിൽ തന്നെ വലിയൊരു സ്പോർട്സ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഇതാണ് മേജർ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഉള്ളത്. പിന്നെ ഇതുകൂടാതെ ഒരു 450 കോടിയുടെ ഒരു പാരലൽ MC റോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടിയാൽ മുമ്പോട്ട് പോയിരുന്നു. പക്ഷേ സർക്കാർ ഇടയ്ക്ക് വെച്ച് സർക്കാരിന് നമ്മളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടും മറ്റ് ഘടകങ്ങളുമൊക്കെ വെച്ചിട്ട് അത് തൽക്കാലം അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയൊരു UDF സർക്കാർ വരുമ്പോൾ വേണം അതൊക്കെ പൂർത്തീകരിക്കാൻ. അപ്പോൾ ആ നിലയ്ക്ക് മണ്ഡലത്തിലെ വികസനങ്ങൾ 5 വർഷക്കാലം ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഇത് ഈ പറയുമ്പോൾ ഈ സർക്കാർ ഇടപെടലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സാഹചര്യമൊക്കെ വേണ്ടി വന്നു എന്ന് പറയുമ്പോഴും ഉദ്ദേശിച്ചതിനേക്കാൾ മികച്ചൊരു വികസനം മൂവാറ്റുപുഴയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഈ പരിമിതികൾക്കിടയിലെല്ലാം നിന്നുകൊണ്ട് മൂവാറ്റുപുഴയിൽ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും അഭിമാനവും ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പദ്ധതികൾ കൂടാതെ നിരവധി പദ്ധതികൾ പൈപ്പ് ലൈനിലുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ മൂവാറ്റുപുഴയെ നല്ലൊരു നിലയിലേക്ക് മാറ്റാൻ, കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യത്തോട് നീതി പുലർത്താനും, അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ ഇത് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോദിക്കാനുള്ളത്, 2001 ശേഷം ഇങ്ങോട്ട് ഓൾട്ടർനേറ്റീവായിട്ട് LDFും UDFും ഭരണത്തിൽ വരുന്നു. അതിനു മുൻപൊരു ഹാട്രിക്കായിട്ട് ശ്രീ ജോണി നെല്ലൂർ നിയമസഭയിലെത്തി. പക്ഷെ അതിന് മുൻപത്തെ 91 മുതലുള്ള മുൻപത്തെ ചരിത്രം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും മൂവാറ്റുപുഴയുടെ ചരിത്രം? ശരിക്കും ആ ഒരു രീതി, പാറ്റേൺ മാറ്റി കുറിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവുമല്ലോ. 2001 മുതലുള്ള ഒരു പാറ്റേണിന് ഈ തവണ മൂവാറ്റുപുഴയിൽ മാറ്റം വരും. ഈ തവണ തുടർച്ചയുണ്ടാകും. ഈ തവണ മാറ്റം ഉണ്ടാകും. കോൺഫിഡൻ്റ് ആണ്. ഡീൽ വിവാദവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിലും അത്തരത്തിലൊരു ഡീൽ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടോ? അല്ല, ഉണ്ട്. കാരണം അത് നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ CPMൻ്റെ നമ്പർ 1 ടാർഗറ്റാണ് മൂവാറ്റുപുഴ എന്ന്. എന്ത് വില കൊടുത്തും ഇവിടെ ഞാനാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതും അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ നേരിട്ട് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ്. ഇതിപ്പോൾ നേരത്തെ തന്നെ എന്നോട് പലരും സൂചിപ്പിച്ച അതേ കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവില്ല. BJP വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു
ലെഫ്റ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ മൂന്നാമതൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും നോക്കുക. ഇറ്റ്സ് വെരി ക്ലിയർ ആൻഡ് അപ്പാരൻറ്റ്. ആ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റ് പോലുമില്ല. പല ബി ജെ പി നേതാക്കന്മാരും പരസ്യമായി തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒപ്പം വർക്ക് ചെയ്യുകയാണ്. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൂവാറ്റുപുഴയിൽ സാധാരണ ഡീൽ രഹസ്യം എന്നല്ലേ പറയുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് അവർ പരസ്യമായി തന്നെ കൂടെ പലരും ഇറങ്ങിയിട്ടുണ്ട്, പബ്ലിക്കായി പറയുന്നുണ്ട്, ഓപ്പണായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ. ഇപ്പോൾ മോട്ടറിലെ ജനങ്ങൾക്കറിയാം ഈ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ജയത്തിന് വേണ്ടി ഇവിടുത്തെ BJP RSS ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് SDP സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തോൽപ്പിക്കാൻ കഴിയും അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഭയപ്പെടുന്നില്ല. കാരണം ജനങ്ങളിൽ വിശ്വാസമുണ്ട്. മൂവാറ്റുപുഴയുടെ ഒരു മതേതര മനസ്സാണ്. അതിനെ അങ്ങനെ പരാജയപ്പെടുത്താൻ ഈ ഡീലുകൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. പ്രധാനമായിട്ടും ഈ സഭാ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകും എന്നൊരു ടോട്ടൽ ഒരു വിലയിരുത്തലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മൂവാറ്റുപുഴ മണ്ഡലത്തെ പറ്റി. അങ്ങനത്തെ ഒരു ആശങ്കയുണ്ടോ? ഇല്ല, സഭാ വോട്ട് സഭയോ രൂപതയോ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അത് സഭയുടെ പേരിൽ തെറ്റിദ്ധാരണ പരത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതൊന്നും അങ്ങനെ അത്ര മനസ്സിലാക്കാൻ കഴിയാത്തവരോ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയുന്നവരല്ല സഭാവിശ്വാസികളൊന്നും. അപ്പോൾ സഭയുടെ പേര് ദുരുപയോഗം ചെയ്യാനും സഭയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും മൂവാറ്റുപുഴയിൽ വിലപ്പോവില്ല. ഇല്ല, പിന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിഫ്ബിയുടെ കാര്യമാണ്. കിഫ്ബിയാണ് വികസനം നടത്തിയത്. MLA കിഫ്ബിക്കെതിരെ പോയി എന്നൊക്കെ പറയുന്നത്. MLAയുടെ വികസനമല്ല കിഫ്ബിയുടെ വികസനമാണെന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് ചോദിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ MLAയുടെ വികസനമല്ല മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്, കിഫ്ബിയുടെ വികസനമാണ് എന്നുള്ളതാണ്. അപ്പോൾ MLAയുടെ വികസനം എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ MLA തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള MLAയുടെ പദ്ധതികളുമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നുള്ള ഒരു ക്ലാരിറ്റി MLAയ്ക്കുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഇതൊക്കെയെല്ലാം കിഫ്ബി നടത്തുന്നതാണ്, MLAയ്ക്ക് റോളുമില്ല എന്നുള്ളതാണ്. അതിന് എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. ഞാൻ MLA ആയി വരുന്നതിന് മുമ്പുള്ള 5 വർഷം ഇവിടെ ഇടതുപക്ഷ MLA ഉണ്ടായിരുന്നു. ഇവിടെ ഇതേ കിഫ്ബി ഉണ്ടായിരുന്നു, ഇതേ ഇടത് സർക്കാരുണ്ടായിരുന്നു, ഇതേ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതൊന്നും നടന്നില്ല? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും കിഫ്ബിയും ആണ് ചെയ്യുന്നത് എങ്കിൽ അന്ന് ഇടതുപക്ഷ MLA കൂടി ഉള്ളപ്പോൾ 5 വർഷം മുമ്പ് നടക്കണ്ടേ? അപ്പോൾ ആ കാര്യങ്ങളൊന്നും അന്ന് നടക്കാത്തത് ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ നടന്ന സമയത്തുള്ള MLAയ്ക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതാണ് അതിനുള്ള മറുപടി. വിജയാശംസകൾ. താങ്ക് യു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ, അതായത് LDFും UDFും മാറി മാറി വരുന്ന ഒരു പാറ്റേൺ ഇത്തവണ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് സിറ്റിംഗ് MLA കൂടിയായ ശ്രീ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നതും അദ്ദേഹം അതേ ആത്മവിശ്വാസത്തിൽ തന്നെയുമാണ്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.